ഇടുക്കി മൂന്നാറിൽ ലയങ്ങൾ കത്തിനശിച്ചു. നെറ്റിക്കുടി ഡിവിഷനിലെ ലയങ്ങൾക്കാണ് തീപിടിച്ചത്. 10 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, രാത്രിയിലാണോ തീപിടുത്തമുണ്ടായത്? ആളുകൾ ഉണ്ടായിരുന്നോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജിൽസി, പുലർച്ചെ 4:30-ക്കാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. നെറ്റിക്കുടി ഡിവിഷനിലെ ലയങ്ങൾക്കാണ് തീ പിടിച്ചത്. ഈ വീട്ടില് ഈ ലയത്തിൽ ഏതാണ്ട് 10 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഈ തീപിടുത്തം ഒരു മുറിയിൽ നിന്ന് തീ പടരുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വീട്ടിലുണ്ടായിരുന്നവരെല്ലാം തന്നെ പുറത്തേക്ക് ഓടി ഇറങ്ങിയതിനാൽ ആളുകൾക്കാർക്കും പരിക്കുണ്ടായിട്ടില്ല. പിന്നീട് നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരമറിയിക്കുകയായിരുന്നു. അവരെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഈ വീട്ടിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളടക്കം എല്ലാം അഗ്നിക്കിരയായിട്ടുണ്ട്. മറ്റ് വീടുകളെല്ലാം തന്നെ ഈ ലയങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറച്ചു നാളായി ഈ ലയങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വളരെ പരിതാപകരമായ സാഹചര്യത്തിലാണ് ഈ ലയങ്ങളിൽ തൊഴിലാളികളുടെ ജീവിതം. ലയങ്ങളും അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് ആകാം അപകടത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. എന്തായാലും ഈ ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നൊരു ആവശ്യം ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തോട്ടം തൊഴിലാളികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇപ്പോൾ ലയങ്ങൾക്ക് തീപിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയിരുന്നത്.